നമസ്തേ. നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? കാണിച്ചു തരാം. ഞാനിത് തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും, എന്നിട്ടിത് ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ഹിന്ദു സമൂഹത്തെ പരസ്യമായി വെല്ലുവിളിച്ച് ജസ്ന സലീം. ഹിന്ദു വിശ്വാസികളെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. ഇപ്പൊ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. ഗുരുവായൂരിൽ കയറ്റിയില്ല എങ്കിൽ തട്ടം ഊരിവെച്ച് പൊട്ടുതൊടുമെന്നും ശേഷം മതം സ്വീകരിച്ച് അമ്പലത്തിൽ കയറുമെന്നും ജസ്ന വെല്ലുവിളിക്കുന്നു. ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി കഴിഞ്ഞ മാസമാണ് കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിനടുത്ത് ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല ചാർത്തുന്ന വീഡിയോ എടുത്ത് ജസ്ന സലീം പ്രചരിപ്പിച്ചത്. നേരത്തെ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു. ഈ സംഭവം ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്ന് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതാണ്. കൃഷ്ണനോടുള്ള അമിതമായ ആരാധന കാരണമാണ് ജസ്ന ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ഇമേജ് പുറമെ ഉണ്ടാക്കിയെടുക്കാൻ ജസ്ന നന്നായി തന്നെ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് കളവാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. കൃഷ്ണനെ വിവാദങ്ങളിൽ പിടിച്ചിട്ട് ഇരവാദം മുഴക്കി നടന്നിരുന്ന ജസ്നയെ ആരും തന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല. എന്നാൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയത് ചോദ്യം ചെയ്തപ്പോൾ ഹിന്ദുക്കളെ അപ്പാടെ തന്തയ്ക്ക് വിളിച്ച് വെല്ലുവിളിക്കുകയാണ് ജസ്ന. പലതവണ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും വീണ്ടും തന്നെ തൊടാൻ പറ്റില്ലെന്ന തരത്തിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ അഴിഞ്ഞാടുന്ന കൃഷ്ണഭക്ത ജസ്ന സലീമിന് ആരാണ് ഇത്ര ധൈര്യം നൽകുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. നിലവിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ ടെമ്പിൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ തന്നെയല്ലേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം മുന്നേ മദ്രസകളിൽ ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണെന്ന് പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെട്ട് ജസ്ന രംഗത്ത് വന്നിരുന്നു. മദ്രസയിൽ ഹിന്ദു മതസ്ഥര് നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം. ആദ്യമേ തന്നെ ഞാൻ പറയാണ്, എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ AP-ന്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത്. ഹിന്ദുക്കൾക്കെതിരെയാണ് മുസ്ലിം മദ്രസകൾ എന്ന് പ്രചരിപ്പിച്ച ശേഷമാണ് കൃഷ്ണഭക്തയായ, അതായത് ഫേക്ക് ഭക്തയായ ജസ്ന ഗുരുവായൂരിൽ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നത്. ജസ്ന ഇതിനു മുന്നേ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ഫലമായാണ് അമ്പലത്തിൽ ചിത്രങ്ങളെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തത്. എന്നിട്ടും ജസ്ന കഴിഞ്ഞ മാസം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കയ്ക്ക് മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഏത് വകുപ്പിലാണ് പെടുത്തേണ്ടത്? ഇതിലെവിടെയാണ് ആത്മാർത്ഥത? അവർ ഭക്തിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു പബ്ലിക് സ്ഥലത്ത് വന്ന് ഒരു വിഗ്രഹത്തിൽ കടലാസ് മാലയിടുന്നു. ശരി, വിശ്വാസിയാണ്, വിശ്വാസവുമാണ്. എന്തിന് തട്ടമിട്ട് അമ്പലത്തിന് മുന്നിലും പരിസരത്തും അഴിഞ്ഞാടുന്നു? ഭക്തിയാണെങ്കിൽ ആർക്കും ദോഷം വരാതെ അത് ചെയ്തു മടങ്ങണം. അല്ലാതെ ആളെ കാണിക്കാനും നാലാൾ അറിയാനും ചുളിവിൽ ഫേമസ് ആകാനും ഒരു മതസ്ഥാപനത്തിലേക്ക് മറ്റൊരു മതത്തെ പ്രതിനിധീകരിച്ചു വരികയാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായും അത് മതസ്പർദ്ധയുണ്ടാക്കാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും മൈലേജ് ആണോ ഭക്തിയാണോ ഇതിലൂടെ കയറ്റിവിടുന്നതെന്ന്. ദൈവങ്ങളെ വരയ്ക്കണോ? വരച്ചോളൂ. പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിച്ചോളൂ. പക്ഷേ കാട്ടിക്കൂട്ടലുകൾക്ക് ഒരിക്കലും മുതിരരുത്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനിവിടെ അവകാശങ്ങൾ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ്. നിയമം അനുശാസിക്കുന്നതാണ്. അല്ലാതെ യൂട്യൂബിൽ വന്നിരുന്ന തട്ടമില്ലാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ അവസരമൊരുക്കിയിട്ട് 1000 പേരിൽ താഴെ മാത്രം വരുന്ന ഭക്തരെ ചൊടിപ്പിക്കാൻ അമ്പലമുറ്റത്ത് മാത്രം തട്ടമിടുന്നത് വേറെന്തിൻ്റെയോ ലക്ഷണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വെറും പബ്ലിസിറ്റി ഷോയാണ്. പട്ടി ഷോ. പണവും കിട്ടും, പബ്ലിസിറ്റിയും കിട്ടും. ഒരു വെടിക്ക് 2 പക്ഷി. പക്ഷേ ഇതും പറഞ്ഞിനി ഗുരുവായൂരപ്പന് മുന്നിൽ വരാതിരിക്കുന്നതാണ് ജസ്ന മോൾക്ക് നല്ലത്. കാരണം വിശ്വാസങ്ങൾ വ്രണപ്പെട്ടാൽ തീർച്ചയായും വിശ്വാസികൾ പ്രതികരിക്കും. പിന്നൊന്ന് തന്തയ്ക്ക് വിളി കൂടെ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി കിട്ടുന്നതെല്ലാം മേടിച്ചു വെക്കുക എന്നത് മാത്രമാണ് ആകെയുള്ള ഓപ്ഷൻ.
ഹിന്ദു സമൂഹത്തെ വെറുപ്പിച്ച് വെല്ലുവിളിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെ തീർത്തു പറയുന്നു. ശബരിമലയിൽ കഴിഞ്ഞിട്ടില്ല, അപ്പോഴാണോ ഗുരുവായൂർ? ചിന്തിക്കേ വേണ്ട.